വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ ശിവനും കമലിനും കൂടി അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ ഒരു ബോഡി ഇങ്ങനെ കാണുന്നുണ്ട്. ആക്സിഡൻ്റ് ആണ്, ആൾ പോയി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ഇങ്ങനെ കമലൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അതിനെന്താണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുഖമാണെങ്കിൽ ആറ്റൻഡർ അങ്ങോട്ട് ഇങ്ങനെ ഷീറ്റ് മാറ്റുമ്പോൾ അത് പ്രകാശിനെ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ശിവൻ ആകെ അങ്ങ് തളരുകയാണ്. കമലിനങ്ങ് ശിവനെങ്ങ് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അറിയാവുന്ന ആരെങ്കിലും ആണോ എന്നിങ്ങനെ ഇയാൾ ചോദിക്കുമ്പോൾ അശ്വൻ്റെ പെങ്ങളുടെ ഭർത്താവാണെന്ന് പറയുമ്പോൾ ആക്സിഡൻ്റ് അല്ലേ, അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നു, ബാക്കിയൊക്കെ വിവരങ്ങൾ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ അതങ്ങ് അകത്തേക്ക് ആ ഒരു തിയേറ്ററിനകത്തേക്കും കൊണ്ടുപോവുകയാണ്. അന്നേരം ശിവനാകെ അങ്ങ് ഷോക്കാവുന്നുണ്ട്. ഇത് എങ്ങനെ സഹിക്കും, ഇവിടെ എൻ്റെ ചന്ദ്ര ഇതെങ്ങനെ സഹിക്കും, അവളോട് ഞാനിതെങ്ങനെ പറയും, ഈശ്വര പരീക്ഷണങ്ങളാണല്ലോ എന്നും പറഞ്ഞ് ശിവനാകെ തളർന്ന് അങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ്. അന്നേരം ഇത്രയും ആയുസ് പിന്നെ കൊടുത്തിട്ടുള്ളൂ എന്ന് കരുതാമല്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇപ്പോൾ അറിയിക്കണ്ടേ എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ അറിയിക്കും അവളെ എന്നും പറഞ്ഞ് ശിവനാകെ ക്ഷമിച്ചാകെ ഒരു ഷോക്കിലിങ്ങനെ തളർന്ന് അങ്ങോട്ട് ഇരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് അവിടെ പോലീസ് സ്റ്റേഷനിൽ ശാരികയാണെങ്കിൽ ആകെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് നീതി കിട്ടണം, എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തണം, അല്ലാതെ ഞാനിവിടെ നിന്ന് പോകില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം വെക്കുകയാണ്. എന്നാൽ ഞാനിവിടെ തന്നെ ഇരിക്കുമെന്നും പറഞ്ഞ് അവിടെ തറയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം പോലീസുകാർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആകെ മിനക്കേടായല്ലോ, സാറ് 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയത്ത് പക്ഷേ ആദ്യം വരുന്നത് ശാലിനിയാണ് വരുന്നത്. ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി ഇങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ശാരിക അവിടെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ചേച്ചി എന്തൊക്കെയാണ് ഇതെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ശാരികയെ പിടിക്കുകയാണ്. അപ്പോൾ ശാരികയുടെ മട്ടും ഭാവമൊക്കെ അങ്ങോട്ട് മാറുകയാണ്. അങ്ങോട്ട് മാറി നിൽക്കടി, എൻ്റെ കുഞ്ഞെവിടെ, എൻ്റെ കുഞ്ഞിനെത്താ എന്ന് പറഞ്ഞിട്ട് ആകെ ബഹളം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ശാലിനിയുടെ കഴുത്തിന് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരമാണെങ്കിലും മറ്റു പോലീസുകാർ വന്ന് ശാരികയെ പിടിച്ചങ്ങോട്ട് മാറ്റുന്നുണ്ട്. അന്നേരം ഇല്ല, എൻ്റെ കുഞ്ഞിനെ താ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് ബഹളം വയ്ക്കുകയും പിടിച്ച് കുലിക്കുകയും തള്ളുകയും ഒക്കെ ചെയ്യുകയാണ്. ഈ സമയത്ത് റസാഖ് എത്തുന്നുണ്ട്. എന്നിട്ട് റസാഖ് പറയുന്നുണ്ട് അവരെ അങ്ങോട്ട് പിടിച്ച് മാറ്റി എന്ന് പറയുകയാണ്. ശാലിനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ട് ആ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ. എന്നിട്ട് മാഡം ഒക്കെ എല്ലാം ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, ഇവളെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞു എന്നൊക്കെ ഇനി പറയുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ശാലിനി മേഡം പരാതിയും തന്നു, പക്ഷേ ഇവിടെ കിടന്ന് ബഹളം കാണിച്ചാൽ പിടിച്ച് ലോക്കപ്പിൽ അടയ്ക്കുമെന്നിങ്ങനെ ശാരികയുടെ ആ ഒരു ഭാവം മറ്റോ കണ്ടിട്ട് റസാഖ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശാരിക പറയുന്നുണ്ടോ ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്, നിങ്ങളെല്ലാവരും കളക്ടർ സൈഡാണല്ലേ, എനിക്ക് നീതി കിട്ടില്ല അല്ലേ, നീതി കിട്ടുന്ന സ്ഥലം വേറെ ഉണ്ടാകുമല്ലോ, അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് വനിതാ പോലീസുകാരെയൊക്കെ തള്ളി കളഞ്ഞിട്ട് ശാരിക ഇറങ്ങി ഓടുകയാണ് സ്റ്റേഷനിൽ നിന്ന്. അന്നേരം പോയി പിടിക്കണമെന്നിങ്ങനെ പിന്നെ റസാഖ് കോൺസ്റ്റബിൾമാരോട് പറയുമ്പോൾ അവരൊക്കെ പിന്നാലെ ഓടുന്നുണ്ട്. അപ്പോൾ അധികം നടന്ന് വന്ന ശാരികയാണെങ്കിൽ നല്ല സ്പീഡിന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അതിന് പിന്നാലെ പോലീസുകാർ ഓടുന്നുണ്ട്. തുടർന്ന് ശാലിനിയും റസാഖും ഒക്കെ സ്റ്റേഷൻ്റെ ആ ഒരു വരാന്തയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് അവരെ ഓടിപ്പോകുന്നേ കാണുന്നുള്ളൂ, പോലീസ് പിന്നാലെ ഓടിപ്പോകുന്നു. അന്നേരം മാഡം വിഷമിക്കേണ്ട, കണ്ടെത്താം, ഈ സ്റ്റേഷൻ പരിധി വിട്ടൊന്നും പോവില്ല, കണ്ടെത്താം എന്നിങ്ങനെ റസാഖ് പറയുന്നുണ്ട്. അതേസമയം അവിടെയാണെങ്കിൽ ശിവനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണല്ലോ. അന്നേരം വീട്ടിൽ അറിയിക്കേണ്ട ആശാനെ, അല്ലാതെ എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നിങ്ങനെ പറഞ്ഞിട്ട് കമലിനാണെങ്കിൽ പെട്ടെന്ന് ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ കമല എന്നും പറഞ്ഞ് ശാലിനി ഫോൺ എടുക്കുകയാണ്. അന്നേരം പ്രകാശിന് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറയുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറയുന്നു. അന്നേരം ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ അത് എടുത്തേമോ പ്രകാശം പോയി എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി അങ്ങ് ആകെ ഷോക്കാവുകയാണ്. ഇവിടെ ആശാനാണെങ്കിൽ ചന്ദ്രയോട് എങ്ങനെ പറയുമെന്നും പറഞ്ഞ് വിഷമിച്ച് ആകെ തകർന്നിരിക്കുന്ന എടുത്തേമോ ഒന്ന് പെട്ടെന്ന് ഇവിടം വരെ വരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉടനെ എത്താമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുകയാണ്. അന്നേരം ഈശ്വര ഇതെന്തൊരു പരീക്ഷണമാണ്, ഇത് ചന്ദ്ര അവളോട് എന്ത് പറയും, അവൾ എങ്ങനെ സഹിക്കുമെന്നും പറഞ്ഞ് ശാലിനി വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം അവിടെ ശിവനാണെങ്കിൽ ആ കരച്ചിലും ബഹളവും ഒക്കെയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് ഞാനല്ലേ വിളിച്ചുകൊണ്ട് വന്ന്, എന്നിട്ട് ഒത്തോ ഞാൻ അവളെ പ്രകാശിനെ കൊണ്ടു ചെല്ലുമെന്നും പറഞ്ഞ് അവൾ അവിടെ കാത്തിരിക്കുകയാണ്. ഇതിപ്പോൾ എങ്ങനെ എൻ്റെ പെങ്ങൾ വിധവയായി പോയില്ലേ എന്ന് പറഞ്ഞ് കരയുകയാണ്. കമല ആശ്വസിപ്പിക്കുക ചെയ്യുന്നുണ്ട്. നാളെ ആയാലും ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോയി ബോഡി നാളെ കിട്ടുള്ളൂ, പക്ഷെ നാളെ ആയാലും അറിയേണ്ടതല്ലേ, അറിയിച്ചതല്ലേ പറ്റൂ, ഇത്രയും ആയുസുള്ളൂ എന്ന് കരുതാമെന്ന് പറയുകയാണ്. അന്നേരം എന്നാലും എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞ് ശിവനാകെ വിഷമിക്കുകയാണ്. അച്ഛനും അമ്മമാരും മക്കളെ ശപിക്കൂടാൻ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛനും അമ്മയെ ശപിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇല്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നെ ശപിച്ചിട്ടുണ്ട്, അവരുടെ വാക്ക് ധിഖരിച്ചതിന്, അവരുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു വിവാഹമാണ് നടത്തിയിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ, ഇപ്പോൾ ഞാനല്ലേ അവളെ ഇങ്ങനെ കൊണ്ടുവന്നു, എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്, അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ലല്ലോ, അവൾ വിധവയായി പോയില്ലേ, ഇനി അവളോട് ഞാൻ എന്ത് പറയും, എന്നെക്കൊണ്ട് എന്തായാലും അവളോട് പറയാൻ കഴിയില്ലടാ എന്നും പറഞ്ഞ് പിന്നെ ശിവന് ആകെ കരച്ചിലാണ്. അന്നേരം കമലിന് ശിവനാണെങ്കിൽ ആ ഒരു കസേരയിലേക്ക് ഒരുപാട് വിസിറ്റേഴ്സിനെ കസേരയിൽ ഇരിക്കുന്നത്, കമലൻ തറയിൽ ഇങ്ങനെ പിന്നെ ശിവനോട് ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് ശിവനോട് കമൽ എന്തൊക്കെ പറഞ്ഞിട്ടും കമലിനല്ല ശിവനാണെങ്കിൽ ആകെ പൊട്ടിക്കരയുകയാണ്. അവർ തൻ്റെ ഒരു പെങ്ങൾക്ക് ഈ ഗതി വന്നു എന്നതോർത്ത് ആകെ കരച്ചിലും ബഹളവും ഒക്കെയാണ്.
അതിനുശേഷം അവിടെ പ്രകാശം തിരിച്ചു വരാത്തതിൽ ചന്ദ്ര ആകെ വിഷമിച്ച് റാണിയോടും സംസാരിക്കുകയാണ്. എന്നെ റെസ്റ്റോറൻറ്റ് ഇരുത്തിയിട്ട് പോയതല്ലേ, ഇത്രയും നേരമായില്ലേ, ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിയാമല്ലോ, പിന്നെ ഇതുവരെ വന്നില്ലല്ലോ, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഫോൺ ഇവിടെ ഇരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ വിളിച്ചാൽ കിട്ടും, ശിവേട്ടൻ അന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ. അതായത് ശിവേട്ടനെങ്കിലും വിളിച്ച് പറഞ്ഞൂടെ, ശിവേട്ടനാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, പ്രകാശന് എന്തെങ്കിലും അപകടം സംഭവിച്ചാണോ, നിനക്ക് എന്തെങ്കിലും അറിയാമോ, എന്നോട് പറയാത്തതാണോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയ്ക്ക് ആകപ്പാട് ഒരു ടെൻഷനാണ്. അന്നേരം നീ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടാതെ, അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ഇങ്ങെത്തും, പ്രകാശ് ഡോക്ടറല്ലേ, എന്തെങ്കിലും അത്യാവശ്യം വന്നപ്പോൾ ചിലപ്പോൾ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനിയുടെ വണ്ടിയാണ് വരുന്നത്. അന്നേരം ശാലിനി അങ്ങോട്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചന്ദ്ര ഓടി ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പ്രകാശിനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് പോയതാണ്, ഇതുവരെ വന്നില്ല, ശിവേട്ടൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്, ചേച്ചിക്ക് എന്തെങ്കിലും അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറഞ്ഞത് അത് എന്നിങ്ങനെ ശാലിനിയുടെ ആ മുഖഭാവം കണ്ടിട്ട് ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ശാലിനിക്ക് എന്തോ അറിയാം. അന്നേരം ചേച്ചി പറയും, എന്താ സംഭവിച്ചത്, പ്രകാശിന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് മോളെ ഞാൻ എങ്ങനെയാണ് പറയുന്നത്, മോളെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നും അറിയില്ല, പക്ഷേ മോള് കേൾട്ടേ മതിയാകും എന്ന് പറഞ്ഞിട്ട് പ്രകാശിൻ്റെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറയുകയാണ്. അന്നേരം അയ്യോ ആക്സിഡൻറ്റോ, എന്നിട്ട് സീരിയസ് ആണോ ചേച്ചി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേന്നിങ്ങനെ ശാലിനി മൂളുന്നുണ്ട്. അന്നേരം അതിനാണോ ഞങ്ങളെ പിന്നെ ഒന്നിപ്പിച്ചത്, ഇങ്ങനെ ആവാനാണോ, ശാപമാണോ, നമ്മുടെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ശാപമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറഞ്ഞങ്ങ് കരയുമ്പോൾ പിന്നാലെ ഓട്ടോയിൽ ശിവനും കമലിനും കൂടി എത്തുന്നുണ്ട്. അവരിത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ശിവന് ആട്ടോയിൽ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഒരു പടിയിലേക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ്. എനിക്ക് വയ്യട, അവളുടെ മുഖം കാണാനായിട്ട് എനിക്ക് വയ്യ എന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്രയെ കാര്യങ്ങൾ അറിയിച്ചു എന്ന് തോന്നുന്നു എന്നിങ്ങനെ കമലം പറയുകയാണ്. അന്നേരം അറിയട്ടെ, എന്നാലും അവൾക്ക് താങ്ങാനുള്ള കരുത്ത് ദൈവം കൊടുത്തോളും എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറഞ്ഞ് ശിവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അന്നേരം ചേച്ചി എനിക്ക് പ്രകാശിനെ ഇപ്പം തന്നെ കാണണം, എനിക്കിപ്പോൾ കാണണമെന്ന് പറഞ്ഞ് ചന്ദ്ര പെട്ടെന്ന് അങ്ങ് ബോധം കെട്ട് തറയിലേക്ക് വീഴുകയാണ്. റാണി അങ്ങ് പിടിക്കുന്നുണ്ട്, റാണിൻ്റെ മടിയിലേക്ക് വീഴുകയാണ്. ശാലിനിയും റാണിയും ഒക്കെ ഇങ്ങനെ വിളിക്കുകയാണ് ചന്ദ്രയെന്ന്. അന്നേരം ശാലിനിയെ ഇങ്ങനെ കമലം വിളിക്കുന്നുണ്ടെങ്കിലും ശിവൻ അങ്ങോട്ടത്തേക്ക് നോക്കുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അന്നേരം കമലിനും പിന്നെ ശിവൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, അങ്ങോട്ടത്തേക്ക് പോകുന്നില്ല. ഈ സമയം ശാരികയാണെങ്കിൽ ഒരു അമ്പലനടയിൽ എത്തുന്നുണ്ട്. അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്, എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരണം, എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ, അവളെ കുഞ്ഞിക്കാലത്തറയിൽ ഒന്ന് ഉറച്ചിട്ട് പോലുമില്ല, എന്നെ അവളിൽ നിന്ന് അകറ്റിയത് എന്തിനാണ്, തിരിച്ചു തരണം എൻ്റെ കുഞ്ഞിനെ, ഒന്ന് കൺമുന്നിലൊന്ന് കണ്ടാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞ് തൊഴുത് പ്രാർത്ഥിക്കുന്ന ആ ഒരു ടൈമിൽ മൂർത്തിയും അരുണയും കൂടി ഈ കുഞ്ഞിനെയും കൊണ്ട് ആ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. അവരിങ്ങനെ അമ്പലത്തിൻ്റെ ആ ഒരു ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് അകത്ത് കയറുന്ന ആ ഒരു ടൈമിൽ ഫ്രണ്ടിൽ നിന്നും പ്രാർത്ഥിക്കേണ്ട ശാരികയാണെങ്കിൽ ഒരു വലത്ത് ഇങ്ങനെ കറങ്ങി വരികയാണ്. അപ്പോൾ അവർ ഫ്രണ്ടിലെത്തുമ്പോൾ ശാരിക ഇങ്ങനെ കറങ്ങാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ശാരിക കറങ്ങി വരുമ്പോൾ ഇവർ കറങ്ങാനായിട്ട് തിരിച്ചു വരുമ്പോൾ ഇവർ കറങ്ങാനായിട്ട് പോവുകയാണ്. അന്നേരം അവർ പരസ്പരം കാണുന്നില്ല. അന്നേരമാണ് വീണ്ടും ശാരിക പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട്, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം, ഇല്ലെങ്കിൽ ഞാൻ ഈ അമ്പലനടയിൽ തന്നെ ഇരിക്കും, അമ്പലം അടച്ചാലും പുറത്ത് ഞാനുണ്ട്, എൻ്റെ കുഞ്ഞിനെ കിട്ടിയാലും തിരിച്ചു പോവുകയുള്ളൂ, അല്ല ഞാൻ പോവുകയില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ കരഞ്ഞിട്ട് ശാരിക ഇനി അമ്പലത്തിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു അമ്പലത്തിൻ്റെ പട്ടൊക്കെ കെട്ടിയിരുന്ന മരത്തിൻ്റെ മൂട്ടിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണമില്ല, ഞാനിവിടുന്ന് പോവില്ല എന്നും പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതേസമയം അവിടെ മൂർത്തിയും പിന്നെ അരുണയും കൂടി കുഞ്ഞിനെ തൊഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ തിരുമേനി വന്ന് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. നല്ല സമയം വന്നില്ല, ഇനി എല്ലാം മാറിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ അതേ മോള് പിന്നെ നല്ല കാലമാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇന്നത്തെ പൂജ മോളുടെ പേരിലായിക്കോട്ടെ എന്നൊക്കെ തിരുമേനിയോട് പറഞ്ഞിട്ട് തിരുമേനിയും പോവുകയാണ്. അവരവിടെ അമ്പലത്തിനകത്ത് ഇരിക്കുന്നുണ്ട്. ശാരികയാണെങ്കിൽ അമ്പലത്തിൻ്റെ പുറത്തെ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ആ അമ്പലത്തിലേക്ക് തന്നെ കൃഷ്ണൻകുട്ടിയും ആ ഒരു വിജയലക്ഷ്മിയും കൂടി രാജീവിൻ്റെ അമ്മാവനും അമ്മയുണ്ടല്ലോ, അവരിങ്ങനെ ഓട്ടോയിൽ വന്നിട്ട് ഈ ശാരിക ഇരിക്കുന്ന മരത്തിൻ്റെ തൊട്ടു പിറകിലായിട്ട് വണ്ടി നിർത്തിയിട്ട് ഓട്ടോയിലാണ് വരുന്നത്. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് ഓട്ടോക്കാരനോട് പറഞ്ഞിട്ട് അവരിങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങിയാണ്. അപ്പോൾ അവർ ശാരികയെ കാണുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ക്ഷിപ്രപ്രസാദിയാണ്, നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ദുരിതങ്ങളെല്ലാം ഇന്നുകൊണ്ട് തീരുമെന്നൊക്കെ കൃഷ്ണൻകുട്ടി വിജയലക്ഷ്മിയോട് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് വരികയാണ്. അന്നേരം പെട്ടെന്ന് ശാരിക ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കാണുന്നുണ്ട്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ മിക്കവാറും ഇവരിങ്ങനെ അകത്തേക്ക് കയറുന്നത് കണ്ടിട്ട് അവരെ കണ്ടിട്ട് ശാരിക അവിടെ നിന്ന് പോകാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും ശാരിക കുഞ്ഞിനെ കാണത്തുമില്ല. അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഇനി കണ്ട് ബഹളം വയ്ക്കുമ്പോൾ അവർ പറയും ഇനി ശാരികയ്ക്ക് ഭ്രാന്താണെന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ. എന്തായാലും ശാരികയ്ക്ക് ഇനി കുഞ്ഞിനെ കിട്ടാനായിട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ശാരിക ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ കുഞ്ഞിനെയും മാറി കാണിക്കുന്നുണ്ട്. ആ ഒരു വിഗ്രഹം, ദേവി വിഗ്രഹമൊക്കെ ഇങ്ങനെ മാറി മാറി കാണിക്കുകയാണ്. ഇനി എന്തെങ്കിലും മറിമായം സംഭവിക്കുമോ, കുഞ്ഞിനെ കിട്ടുമോ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.